ഇന്ന് നമ്മൾ താറോട് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുകയും ചെയ്ത് കളർ ഓൾറെഡി ഷഫിൾഡാണ്. നമ്മൾക്കൊരു നോക്കാം ഇന്ന് നിങ്ങൾ തമ്മിൽ റീയൂണിയൻ പോസിബിൾ ആണോ എന്ന്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ്സ്. ആദ്യത്തെ കാർഡ്സ് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അതൊരു സെലിബ്രേഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ റിയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു സെലിബ്രേഷൻ്റെ കാർഡ്. പക്ഷേ ഈ കാർഡ് കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കുന്ന ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന കാർഡ് കൂടിയാണ് ഈ 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് 10 ഓഫ് പെൻറ്റക്കിളാണ് എന്ന് പറഞ്ഞ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലൂടെയാണ് ഈ ബന്ധം കടന്നു പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ വ്യക്തി, കർമ്മ കംപ്ലീഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത് എന്ന് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാർഡുകൾ നമുക്ക് കാട്ടി തരുന്നത്. മൂന്നാമത്തെ കാർഡ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കുമുള്ള നിങ്ങളെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടി പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ഈ വ്യക്തിയിൽ മേലാണ് കൂടുതൽ ശ്രദ്ധ ഉള്ളതായിട്ട് കാണിക്കുന്നത്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വാൺസിനോടാണ് കൂടുതൽ താല്പര്യങ്ങൾ. അടുത്തത് 3 ഓഫ് വാൺസിൻ്റെ എനർജി ആണ്. ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചിതനായി പുറത്തു വരാം എന്നുള്ള ഒരു തിങ്കിങ്ങിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. എപ്പോഴും എങ്ങനെ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോരാം എന്ന് ദൂരത്തേക്ക് കണ്ണും നട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അടുത്ത കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡിലേക്ക് കാണുന്നത് ചാരിയറ്റ് എനർജിയാണ്. ഇടയ്ക്കൊക്കെ ആ വ്യക്തി ആലോചിക്കാറുണ്ട് ഈ തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നും ആ വ്യക്തിയുടെ തോട്ടിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വഴക്കും വല്ലതുമാണെങ്കിലും സാരമില്ല, ഈ തേർഡ് പാർട്ടിയെയും ഈ വ്യക്തിയെയും ഈ റീഡിങ് കാണുന്ന വ്യക്തിയെയും ഒരുമിച്ച് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. എങ്കിലും പക്ഷേ അത് ആ വ്യക്തിക്കൊരു വേദനയായി ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്പാരിഷൻ ഓർക്കുമ്പോൾ ആ വ്യക്തി കൂടുതൽ വികാരാധീനൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി. അങ്ങേര് കൂടുതലായിട്ട് ആ ഒരു സ്നേഹത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഓക്കെ അല്ല. അപ്പോൾ ആ റിയലായിട്ടുള്ള സ്നേഹം കൊടുക്കുന്നത് ആരാന്ന് പറയാം, നിങ്ങളെന്ന വ്യക്തിയാണ് കൂടുതലായിട്ട് ആ സ്നേഹം കൊടുക്കുന്നതെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അയാൾ ഈ ബന്ധത്തെയാണ് കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അവിടുത്തെ അയാളുടെ ആ തേർഡ് പാർട്ടിയിലുള്ള ആ ഒരു സിറ്റുവേഷൻ,
ആ ഒരു സീറ്റെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇരിപ്പിടമല്ല എന്നങ്ങനെ ആ വ്യക്തി ആണായാലും പെണ്ണായാലും മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത കാർഡായിട്ട് വന്നത് സണ്ണിൻ്റെ എനർജിയാണ്. എല്ലാത്തിനും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റൊക്കെ പിന്നിൽ കളഞ്ഞു കഴിഞ്ഞിട്ട് പുതിയ ഒരു കുട്ടിയുടെ രൂപത്തിൽ തന്നെ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി അതിയായി ആശിക്കുന്നതായിട്ടാണ് സൺ കാർഡ് പറഞ്ഞു തരുന്നത്. ഇത് മേജർ ആർക്കാനയിലെ കാർഡായതുകൊണ്ട് ഒരു പ്രപഞ്ച നിയമമായതുകൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ഒരു തേർഡ് പാർട്ടി വന്നു കൂട്ടേണ്ടതും അതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിൽ എത്തിക്കേണ്ടതും നിങ്ങളുടെ വാല്യൂ ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഒക്കെ ഒരാവശ്യമായിട്ട് പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ലൂപ്പായിട്ടാണ് ഈ കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ ഈ വ്യക്തി അതിന് തയ്യാറായില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് പ്രപഞ്ചം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ വ്യക്തി ആ മുന്നിൽ പോകുന്ന ആ സിറ്റുവേഷൻസിലൊക്കെ ഒത്തിരി കഷ്ടമായിട്ട് അപ്പോൾ വ്യക്തിക്ക് തോന്നുന്നെങ്കിലും പിന്നിൽ അദ്ദേഹത്തിന് നല്ല കാലമൊക്കെ വളർന്നു നിൽക്കുന്നതായിട്ടും ഒക്കെ ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കഷ്ടങ്ങൾക്ക് അപ്പുറമായിരിക്കും ചില സുഖങ്ങൾ നമ്മളെ തേടി എത്തുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലും എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ തേപ്പാട്ടിയുമുണ്ട്, ഒരു സൈഡിൽ നിങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തി ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് സത്യത്തിൽ പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേരോടും പറഞ്ഞ് പല കാര്യങ്ങളും സ്ഥാപിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ തന്നെ ആണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി ഇവിടെ 2 കമ്പനിയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിയെ തന്നെയാണ് ആ പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്നാലും ആ വ്യക്തി വയ്ക്കുന്ന ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിതനായി വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ ഫാമിലിയോടൊത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഈ വ്യക്തി ആശിക്കുന്നത്.